അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ശനിയാഴ്ച രാവിലെ ഒരു ദീർഘമായ യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വളരെ ഫ്രഷായിട്ട് ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത്, നിങ്ങൾ അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു നല്ല രീതിയിൽ വളരെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി നമ്മൾ റബ്ബേ എന്ന് ചിന്തിച്ചത്, വിളിച്ചത് അവസാനമായിട്ട് എന്നാണ്? എന്തെങ്കിലും ഒരു പരീക്ഷൻ്റെ സമയത്താണോ? അപ്പോൾ സത്യത്തിൽ നമ്മളൊന്ന് സുബഹി നിസ്കരിച്ചവരാണ് എല്ലാവരും. നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള സംസാരമാണ് അല്ലേ, പ്രഭാത പ്രാർത്ഥനകൾ ചൊല്ലിയവരായിരിക്കും. ഇതൊക്കെ അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബന്ധമാണ്. എങ്കിലും അതൊരു ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ലൈവായിട്ട്, നമ്മളിപ്പോൾ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം പടച്ചോലെ വിളിക്കണ പോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധം അതില്ലാത്ത സന്ദർഭങ്ങളിൽ പലപ്പോഴും ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടാകാറില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മളെപ്പോഴാണ് ശരിക്കും ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് എൻ്റെ റബ്ബേ അല്ലെ അള്ളാഹുവിനെ സമീപിച്ചിട്ടുള്ളത്? ഡെയിലി നമ്മൾ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ആ ഒരു ഊഷ്മളത നമ്മുടെ ബന്ധത്തിൽ നിലനിൽക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. ഒരു 400 മില്യൺ സ്പേം, നമ്മുടെ പിതാവ് സ്രവിച്ച ബീജത്തിൽ 400 മില്യൺ സ്പേമുകളുണ്ടായിരുന്നു. കേരളത്തിലാകെ 35 മില്യൺ ആളുകളേ ഉള്ളൂ. അതിൻ്റെ 10 ഇരട്ടി സ്പേമുകൾ ഒരു റേസ് നടത്തിയിട്ട് ഒരു അണ്ഡവുമായി യോജിച്ചാണ് നമ്മൾ ഇന്നീ കാണുന്ന 39 ട്രില്യൺ കോശങ്ങളായ ഞാനും നിങ്ങളും ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 39 ട്രില്യൺ കോശമാണ് ഒരു ആവറേജ് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. 2 കോശങ്ങളിൽ നിന്ന്, 2 ലിംഗകോശങ്ങളിൽ നിന്ന് തുടങ്ങിയ ഈ യാത്ര ഇവിടെ എത്തി നിൽക്കുമ്പോൾ കൈഫ തക്ഫുറൂന ബില്ലാ, എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിനെ നിഷേധിക്കുക? വകുൻതും അംവാത, നിങ്ങൾ ജീവനില്ലാത്ത ഒരു സ്റ്റേജിലായിരുന്നു അല്ലേ. 2 കോശങ്ങൾ കൂടി ഒരു സൈഗോട്ടായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അത് 4 കോശമായി, 8 കോശമായി, 16 കോശമായി, 32 കോശമായി, എന്നിട്ട് അതൊരു എംബ്രിയോ ആയി അല്ലേ. അതിന് ജീവനുണ്ടായിരുന്നില്ല. സ്കാൻ ചെയ്തപ്പോൾ സോണോളജിസ്റ്റ് റിപ്പോർട്ട് തരുന്ന എന്താണ്, അതിലൊരു എംബ്രിയോ ഉണ്ട് എന്നാണ്. പക്ഷേ അത് ലൈവാണ് എന്ന് പറയുന്നില്ല. അപ്പോൾ ജീവൻ എവിടെ നിന്ന് വരുന്നു? നിങ്ങൾ ജീവനുള്ള കുട്ടിയെയും ജീവനില്ലാത്ത കുട്ടിയെയും നമ്മൾ പരിശോധിക്കുമ്പോൾ, അതിൻ്റെ ഹിസ്റ്റോളജി നോക്കുമ്പോൾ, അതിൻ്റെ കോശങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ട്രക്ചറൊക്കെ നോർമലാണ് അല്ലേ. അബോർഷനായ ഒരു എംബ്രിയോ, ഒരു ഫീറ്റസിനെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് സ്ട്രക്ചറലി നോർമലാണ്. പക്ഷേ എന്തുകൊണ്ട് അത് അബോർഷനായിപ്പോയി അല്ലേ? ജനിതക പഠനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞു. പഠനങ്ങൾ നടത്തിയിട്ടും ചില പഠനങ്ങളെല്ലാം തന്നെ ചിലതിൻ്റെതൊക്കെ നോർമലായിട്ടാണ് കാണുന്നത്. പിന്നെ എന്തുകൊണ്ട് അത് അബോർഷനായി? എന്തുകൊണ്ട് അതിന് ജീവനില്ലാതെ പോയി? സഹോദരങ്ങളെ, കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങൾ എങ്ങനെയാണ് ആ അല്ലാഹുവിനെ നിഷേധിക്കുക? വകുൻതും അംവാത, നിങ്ങൾ മൗത്തായ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഫഅഹ്യാക്കും, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. സുമ്മ യുമീത്തുക്കും, നീ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ അവൻ മരിപ്പിക്കും. സുമ്മ യുഹ്യീക്കും, പിന്നെയും അവൻ നിങ്ങളെ ജീവിപ്പിക്കും. സുമ്മ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് അള്ളാഹുവിലേക്കാണ് നമ്മൾ മടക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ഇത്രയും കൃത്യമായിട്ട് അള്ളാഹു കാര്യങ്ങൾ പറഞ്ഞു തരാണ് അല്ലേ. ഇപ്പോൾ എനിക്ക് 45 വയസ്സായി, നിങ്ങളിവിടെ 22-ൻ്റെ ഒരു 18-ൻ്റെ ഇടയിലുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കണമെന്നൊക്കെ. ഒരു 22 വർഷം മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? അല്ലെങ്കിൽ 45 വർഷം മുമ്പ് ഞാൻ എവിടെയായിരുന്നു? സഹോദരങ്ങളെ, എവിടെയായിരുന്നു? നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഈ പ്രപഞ്ചമുണ്ടായിട്ട് എത്രയോ കാലമായി, 13.5 ബില്യൺ വർഷങ്ങളായി. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ സുബഹിക്ക് ഓതിയ സൂറത്തു ഇൻസാനിൻ്റെ ആയത്താണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ അല്ലേ. ഒരു മനുഷ്യൻ്റെ മുമ്പ് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി, നീ പ്രസ്താവ്യമല്ലാത്ത അല്ലേ. എന്നെ പറ്റി ഡിസ്കഷൻ എപ്പോഴാണ് വരുന്നത്? എൻ്റെ ഉമ്മയും പാപ്പയും കല്യാണം കഴിച്ച് ഒരു കുട്ടി വേണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ ഡിസ്കഷനിലേക്ക് വരുന്നത്. എന്നാൽ 13.5 ബില്യൺ വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചം നമ്മളൊക്കെ എൻ്റെ ആയുസ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ ആയുസ് എന്ന് പറഞ്ഞത് മൈക്രോ സെക്കൻഡിനേക്കാൾ ചെറുതാണ്.
അപ്പോൾ ആരാണ് എന്നെ സൃഷ്ടിച്ചത്? ആരാണ് നമ്മുടെ റബ്ബ്? ആരാണ് നമ്മുടെ റബ്ബ്? ടെക്നോളജി ഭയങ്കര അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ പഠിച്ച സമയത്ത് മൊബൈൽ ഫോണില്ല, അന്ന് പേജറാണ് ഉണ്ടായിരുന്നത്. പിന്നെയാണ് ഫോൺ വരുന്നത്. പേജറൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ടെക്നോളജി ഭയങ്കരമായി അഡ്വാൻസ് ചെയ്തു അല്ലേ? ഇനിയിപ്പോൾ ഒരുപക്ഷെ കുറച്ച് വർഷം കഴിയുമ്പം നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യും, ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കൊക്കെ ടൂർ പോകുന്ന ഒരു കാലഘട്ടം വരും. അത്തരത്തിൽ ഈ ലോകം പുരോഗമിച്ചാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം ഒന്നാണ് അല്ലേ? മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ ചോദിക്കുന്നുണ്ട്, എന്താണ്? ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ. മൂസാ നബി ഹാറൂൻ നബി ആ കൊട്ടാരത്തേക്ക് ചെല്ലുമ്പം ആരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് എന്ന്? ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അത് തന്നെയാണ് എന്താണ്, ഞങ്ങൾ രണ്ടുപേരെയും റബ്ബാരാണ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ വസ്തുവിനും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും അതിൻ്റെ പ്രകൃതം നൽകുകയും അതിൻ്റെ ഗൈഡൻസ് നൽകുകയും ചെയ്തവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുമ്പം സഹോദരങ്ങളെ, ആ റബ്ബ് ആരാണ് എന്ന് ഇന്ന് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ആലോചിക്ക്. ഈ നമ്മൾ കണ്ണു തുറന്ന് കാണുന്ന ഈ വ്യത്യസ്ത ജീവജാലങ്ങൾ, അതിൻ്റെയൊക്കെ കോശങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ന്യൂക്ലിയസും ഒരു സൈറ്റോപ്ലാസമാണ് അല്ലേ? ഇവിടെ ചിത്രത്തിൽ കാണുന്ന ഒരു ബാക്ടീരിയോഫേജിൻ്റെ ചിത്രമുണ്ട്. ബാക്ടീരിയോഫേജ് നമുക്കറിയാം, ഒരു RNA യും DNA സ്ട്രാൻഡ്, ഒന്നില്ലെങ്കിൽ RNA ആയിരിക്കും അല്ലെങ്കിൽ DNA ആയിരിക്കും, ഒന്നില്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് ആയിരിക്കും. ഇത്രയും വളരെ ലളിതമായ ഒരു ജീവനാണത് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. എന്നാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മനുഷ്യനെ പോലെയുള്ള ജീവികൾ, ഇത്തരത്തിലുള്ള ഡൈവേഴ്സിറ്റി ഓഫ് ക്രിയേഷൻ, ഇതാരാണ് സംവിധാനിച്ചത്? എങ്ങനെയാണ് ഈ ഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? അടിസ്ഥാനപരമായി ഇതൊക്കെ പ്രോട്ടീനുകളാണ്. കോശങ്ങൾ പരിശോധിച്ചാൽ ന്യൂക്ലിയസും സൈറ്റോപ്ലാസും ഉണ്ടാകും അല്ലേ? ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ DNA ഉണ്ടാകും. ആ DNA-യുടെ 4 അമിനോ ആസിഡ് സീക്വൻസ്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഈ 4 അമിനോ ആസിഡ് സീക്വൻസിനെ കൊണ്ട്, അതിൻ്റെ സീക്വൻസിലെ വേരിയേഷൻ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു ബയോഡൈവേഴ്സിറ്റി അള്ളാഹു ഈ ഭൂമിയിൽ നിലനിർത്തുന്നത് എന്നറിയുമ്പം നമ്മുടെ റബ്ബ് ആരാണ്? ആ റബ്ബിൻ്റെ കഴിവെന്താണ്? അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നമ്മളെ വീണ്ടും അള്ളാഹു ബോധ്യപ്പെടുത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ കൺപുരികം, അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന മുടി, എന്ത് ചെറിയൊരു വ്യത്യാസമുള്ളൂ, ഒന്ന് മുകളിലാണ് ഒന്ന് താഴെയാണ്, പക്ഷേ രണ്ടിൻ്റെ സ്ട്രക്ചർ പരിശോധിക്കുമ്പം ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബാർബർ ഷോപ്പ് പോയി വെട്ടണം അല്ലേ? ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മുടി വെട്ടാൻ ഭയങ്കര മടിയാണ്. ചെറിയ കുട്ടികളൊക്കെ ബാർബർ ഷോപ്പ് കൊണ്ടുപോയി നമ്മൾ തല്ലി വെട്ടിക്കേണ്ടി വരും അല്ലേ? കുട്ടികളിങ്ങനെ ഫുട്ബോൾ ഫാൻസായിട്ട് മുടി വെട്ടുക എന്നുള്ളത് പണ്ടത്തെ പോലെയല്ല, ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. മുടി വെട്ടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മുടി ഇങ്ങനെ വളർന്നു വരുന്ന. എന്നാൽ കൺപുരിക ആരെങ്കിലും വെട്ടാറുണ്ടോ? ഇല്ല. പക്ഷേ രണ്ടും ഏകദേശം ഒരേ സ്ട്രക്ചറാണ്. പക്ഷേ എന്തുകൊണ്ട് കൺപുരികം ഒരു പ്രത്യേക ലെങ്ത് എത്തുമ്പം അതിൻ്റെ വളർച്ച അവസാനിക്കുകയാണ്. അതിൻ്റെ പ്രോഗ്രാം അതിൻ്റെ കോശങ്ങളിൽ ചെയ്തു വെച്ചത് ആരാണ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന് ആ ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ആരാണ് റബ്ബ് എന്ന് പഠിപ്പിച്ചത്. അത് തന്നെയാണ് ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയായ നമ്മൾക്ക് പോലും മനസ്സിലാകുന്നത്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. നിങ്ങൾ നോക്കി, എത്ര വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ. നമ്മുടെ ഡൈജഷൻ നടക്കുന്ന, ആസിഡ് വന്ന് ഡൈജഷൻ നടക്കുന്ന നമ്മുടെ ഈ ആമാശയത്തിലെ കോശഭിത്തികളിലുള്ള ആ ലൈനിങ്ങിലുള്ള എപ്പിത്തീലിയൽ കോശങ്ങൾ 24 മണിക്കൂർ കൂടുമ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്നാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ തലച്ചോറിലുള്ള ന്യൂറോൺസോ, നമ്മൾ ജനിക്കുമ്പോഴുള്ള ന്യൂറോണാണ്, നമ്മൾ മരിക്കുമ്പോഴുള്ള ന്യൂറോൺ. ആ ന്യൂറോൺ നമ്മളെ കൂടെയാണ് മരിക്കുക. അത്രയും ലോങ് ലൈഫുള്ള ന്യൂറോൺ. ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ, 39 ട്രില്യൺ കോശങ്ങൾ. ആരാണ് സഹോദരങ്ങളെ ഇവയെ സൃഷ്ടിച്ചത്? ആരാണ് ഇവയെ നിയന്ത്രിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങൾ നോക്കി, ഒരു കോശത്തിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ്റെ ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2 മീറ്റർ DNA ചുരുട്ടി വെച്ചിട്ടുണ്ട്. 2 മീറ്റർ. ഈ 39 ട്രില്യൺ കോശങ്ങൾ പരിശോധിച്ചാൽ 7800 കോടി കിലോമീറ്റർ നീളമാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള DNA-ൻ്റെ നീളം. നിങ്ങൾ ആലോചിക്കുക, ഇവിടുന്ന് സൂര്യനിലേക്കുള്ള ദൂരം 15 കോടി കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് സൂര്യനിലേക്ക് 15 കോടിയുള്ളെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള DNA സ്ട്രാൻഡിൻ്റെ നീളം അത് 7800 കോടി കിലോമീറ്ററാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും ബൃഹത്തായ ഒരു സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹു അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, ഇത്രയും കോംപ്ലക്സ് ആയ ഒരു സൃഷ്ടിപ്പ് നടത്തിയിട്ട് നിങ്ങളങ്ങനെ വെറുതെ വിട്ടേക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുട്ടികളെ? ഇല്ല. ഈ സൃഷ്ടിപ്പിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ഈ സൃഷ്ടിപ്പിന് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. അതാരാണ് ആ സൃഷ്ടിപ്പ് നടത്തിയത്? ആരാണ് ഇത്തരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റി? നിങ്ങൾ ഒരു ഹിസ്റ്റോളജി ടെക്സ്റ്റ്
ബുക്ക്, ഹ്യൂമനിസ്റ്റോളജി എന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഓരോ തലത്തിൽ ഓരോ കലകളെക്കുറിച്ച്, മനുഷ്യ ശരീരത്തിലുള്ള ഓരോ സിസ്റ്റത്തിലെയും കാണുന്ന പ്രത്യേകം കോശങ്ങളുടെ മൈക്രോസ്കോപ്പിക് പഠനങ്ങൾ, അതൊക്കെ എത്രത്തോളം വ്യത്യസ്തമായ ഡൈവേഴ്സിറ്റിയാണ് അള്ളാഹു അവിടെ നിലനിർത്തിയിരിക്കുന്നത് എന്നറിയുമ്പം ആരാണിതെല്ലാം സംവിധാനിച്ചത്, ആരാണിതെല്ലാം സൃഷ്ടിച്ചത്? അം ഖുലിഖൂ മിൻ ഖൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങളാണോ സൃഷ്ടിച്ചത്? നിങ്ങളാണോ സൃഷ്ടിച്ചത്? ഞാനാണോ സൃഷ്ടിച്ചത്? നിങ്ങൾ അറിയുന്ന ആരെങ്കിലുമാണോ കുട്ടികളെ ഇത് സൃഷ്ടിച്ചത്? അല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. അം ഖലഖുസ് സമാവാതി വൽ അർള്. ആരാണ് ആകാശഭൂമികളെ സംവിധാനിച്ചത്? അത് അല്ലാഹുവാണ് സഹോദരങ്ങളെ, അത് അല്ലാഹുവാണ്. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾക്ക് അല്ലാഹു വളരെ ഫ്രീ ആയിട്ട് തന്ന 576 മെഗാ പിക്സൽ കപ്പാസിറ്റിയുള്ള ക്യാമറ പവറുള്ള 2 കണ്ണുകൾ അല്ലാഹു നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്, അല്ലേ? ഫ്രീ ആയിട്ട് 576 മെഗാ പിക്സൽ ക്യാമറയാണ് 2 കണ്ണ്. അതിലൂടെ നിങ്ങൾ കാണുന്ന ഈ സൃഷ്ടിപ്പ്, ആ സൃഷ്ടിപ്പ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആ സൃഷ്ടാവ് ആരാണ് സഹോദരങ്ങളെ? അത് റബ്ബാണ്, അല്ലാഹുവാണ്. എന്നെ സൃഷ്ടിക്കുകയും എന്നെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരികയും എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആവശ്യാനുസരണം ചെയ്തു തരികയും ചെയ്ത എൻ്റെ റബ്ബ്, ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. അതാണ് യുക്തി, അതാണ് ബുദ്ധി. എന്തുകൊണ്ട് സഹോദരങ്ങളെ? എന്തുകൊണ്ട്? അല്ലാഹുവാണ് ഖാലിഖ്, അല്ലാഹുവാണ് മാലിക്, അല്ലാഹുവാണ് എല്ലാം ഉടമപ്പെടുത്തുന്നവൻ, അല്ലാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. അതുകൊണ്ട് ആ സൃഷ്ടാവിനെയാണ്, ആ ഉടമസ്ഥനെയാണ്, ആ നിയന്താവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബ്ദൂഹു. അല്ലേ? എത്ര സുന്ദരമായിട്ടാണ്. അതാണ് റബ്ബായ അള്ളാഹു, നിങ്ങളുടെ റബ്ബായ അള്ളാഹു. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ആരാധനയുടെ ഒരു ഭാവവും സഹോദരങ്ങളെ, അത് ജിന്നാകട്ടെ, മനുഷ്യനാകട്ടെ, മലക്കാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, ഒരാൾക്കും തന്നെ കൊടുക്കാൻ പാടില്ല. അതാണ് ശിർക്ക്, അതാണ് വലിയ പാപം. അത് ഏറ്റവും വലിയ പാപമാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം. അത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കുമെന്നാണ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും സത്യം ചെയ്യാൻ പാടില്ല സഹോദരങ്ങളെ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരിക്കലും, അള്ളാഹുവിലേക്കല്ലാതെ പ്രാർത്ഥനകൾ ഉയരാൻ പാടില്ല, അള്ളാഹുവിലേക്കല്ലാതെ നേർച്ച വഴിപാടുകൾ വരാൻ പാടില്ല. അതുകൊണ്ട് ആരാധനയുടെ എല്ലാ ഭാവവും സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് മാത്രമാണ് നൽകേണ്ടത്. അതാണ് ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. യഥാർത്ഥ ആരാധനക്കർഹൻ അവൻ മാത്രമാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അവനാണ് ഉടമസ്ഥാവകാശം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കൾ, ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. അത്തരത്തിലുള്ള ചെറിയ സൃഷ്ടിപ്പ് പോലും അവർ നടത്തിയിട്ടില്ല എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ അത്തരത്തിലുള്ള ആരാധ്യ വസ്തുക്കളെ ആരാധിക്കുക? അതുകൊണ്ട് എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ആരെയാണ് ആരാധിക്കേണ്ടത് എന്നത് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. കണ്ണു തുറന്നു വെച്ച് നോക്കൂ, നിങ്ങൾ കാണുന്ന ഓരോ സൃഷ്ടിജാലങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നത് അതിബഹത്തായ ഒരു സൃഷ്ടാവിനെ കുറിച്ചാണ്. അതുകൊണ്ട് ആ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എങ്ങനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. അതിനാണ് അള്ളാഹു 1,00,000 ചില്ലാനം അമ്പിയാക്കന്മാരെ ഭൂമിയിലേക്ക് അയച്ചത്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിൽ ഒരുവനായി, ഒരു മനുഷ്യനായി, മക്കയിൽ സാധാരണക്കാരനെ പോലെ ജനിച്ച് ആ ഒരു പ്രവാചകനായി തെരഞ്ഞെടുത്തു. 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു വിശ്വാസി, എങ്ങനെയാണ് ഒരു അടിമ ജീവിക്കേണ്ടത്, തൻ്റെ ഉടമയുമായുള്ള ബന്ധം എങ്ങനെയാണ് മരണം വരെ നിലനിർത്തേണ്ടത് എന്ന് വ്യക്തമായി ജീവിച്ച് കാണിച്ചു തന്നു സഹോദരങ്ങളെ. അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ അത് കണ്ട് നമുക്ക് തലമുറകളിലൂടെ കൈമാറി. ആ പ്രവാചകൻ എപ്പോൾ ചിരിച്ചു, ചിരിച്ചപ്പോൾ എത്ര പല്ല് കണ്ടു, ആ പ്രവാചകൻ എപ്പോൾ ദേഷ്യപ്പെട്ടു, ആ പ്രവാചകൻ എന്തൊക്കെ പറഞ്ഞു, ആ പ്രവാചകൻ എങ്ങനെയാണ് പള്ളിയിലേക്ക് കയറിയത്, ആ പ്രവാചകൻ എങ്ങനെയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് എന്ന് കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് നമുക്കിതാ 1400 വർഷമായി തലമുറകളിലൂടെ കൈമാറി നമ്മുടെ മുമ്പിൽ ആ ദീൻ, ആ വേദഗ്രന്ഥം ഇന്നും ജീവസുറ്റതായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ,
അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്ന ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം, ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളൊരു പ്രയാസത്തിലും പ്രതിസന്ധിയിലൊക്കെ തട്ടി നിൽക്കുമ്പോഴാണ് പലപ്പോഴും ആലോചിക്കുക, എന്തിനായിരുന്നു ഈ ജീവിതം, എന്തിനാണ് ഇപ്പോൾ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുന്ന ആളുകളുണ്ട്. അതെപ്പോഴും എന്താ അറിയോ, ഈ വൈബൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പം നമ്മളിങ്ങനെ വല്ലാത്തൊരു വൈബിലാണ്, ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ത്രെഡിൻ്റെ ഒക്കെ വല്ലാത്തൊരു വൈബിൻ്റെ ലോകത്താണ്. ഒന്നിനും സമയമല്ല. ഷോർട്സിൻ്റെ റീൽസിൻ്റെ ഒക്കെ സമയം ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ റീൽസ് എങ്ങനെ കാണാം, കൂടുതൽ റീൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇൻഡസ്ട്രി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ MB എങ്ങനെ ഡൗൺലോഡ് ചെയ്താം എന്നാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡാറ്റ പോലും കിട്ടാത്ത സ്ഥലത്ത് എങ്ങനെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന റിസർച്ച്. അതിൽ നമുക്ക് ആലോചിക്കാൻ സമയമില്ല, നമുക്ക് ആലോചിക്കാൻ അവർ സമയം തരുന്നില്ല എന്നതാണ് ശരി. എന്തിനാണ് ഈ ജീവിതം, എന്തിനാണ് ഈ ജീവിതം? നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക തൊലിയുടെ നിറമായി നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് നമ്മുടെ അനുവാദമില്ലാതെയാണ്. ഒരു പ്രത്യേക സമയത്ത് നമ്മളെ തിരിച്ചു വിളിക്കുകയും ചെയ്യും, നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ. ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള, അൺസർട്ടൻ ആയിട്ടുള്ള ഈ ചെറിയ ഒരു ആയുസ് എന്തിനു വേണ്ടിയാണ് എന്ന് ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കാൻ തയ്യാറായാൽ സഹോദരങ്ങളെ, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാകും. അത് പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈർ ഫിത്ന വഇലൈനാ തുർജഊൻ. എന്താണ്? നന്മ കൊണ്ടും എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ നാം നന്മ നൽകിക്കൊണ്ടും തിന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. നമ്മളിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അതാണ് സഹോദരങ്ങളെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതൊരു ചെറിയ ജീവിതമാണ്. അള്ളാഹുവിലേക്ക് തിരിച്ചു ചെന്ന് ഈ ജീവിതം ഒരു ടെസ്റ്റാണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഏതൊരു മനുഷ്യനും ഇതൊരു ടെസ്റ്റാണ് എന്ന് പറയാൻ, ഉൾക്കൊള്ളാൻ, വിശ്വസിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ പ്രയാസമില്ല. കാരണം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ജീവിതത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിലേക്കാണ് മരണത്തോടുകൂടി നമ്മൾ പ്രവേശിക്കുക. ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറും അല്ലേ? ഒരു ക്യാൻസർ പേഷ്യൻ്റ് വളരെ വേദന സഹിച്ച, അങ്ങേയറ്റത്തെ പ്രയാസം സഹിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തോട് പറയണെന്ത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അതിന് അള്ളാഹുവിൻ്റെ റസൂൽ ഓഫർ ചെയ്ത, അള്ളാഹു നൽകുന്ന വലിയ പ്രതിഫലമുണ്ട്, ഒരു ഷഹീദിൻ്റെ കൂലിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. ഇന്നെനിക്ക് വേദനയില്ല, പ്രയാസമില്ല, കാരണം എനിക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടുമല്ലോ എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുമ്പോൾ, ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ കാഴ്ചപ്പാട് മാറുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളെ? അതിൻ്റെ കാരണം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടാണ്. അതുകൊണ്ട് വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട വലിയൊരു പോയിൻ്റാണത്. ആദ്യത്തെ തവണ സൃഷ്ടിച്ച അള്ളാഹുവിന് രണ്ടാമതും നമ്മളെ സൃഷ്ടിക്കുക എന്നത് ഒരു പ്രയാസമില്ല. എന്തൊരു സാധനം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയാൽ ആദ്യം ഉണ്ടാക്കുമ്പോഴാണ് അതിന് പ്രയാസം, രണ്ടാമത് ജസ്റ്റ് കോപ്പി അടിച്ചു കൊടുത്താൽ മതി, അത് രണ്ടാമതുണ്ടായി വരും. എന്നാൽ ആദ്യ സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹുവിന് രണ്ടാമതും നമ്മളെ സൃഷ്ടിക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ, ഞാനും നിങ്ങളൊക്കെ ഇതേ മാനും വാപ്പുട്ടിയും കുഞ്ഞാപ്പും എല്ലാവരും നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും സഹോദരങ്ങളെ. ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ മരണത്തിന് ശേഷം നമ്മൾ ഒറ്റക്ക് റബ്ബിൻ്റെ മുമ്പിലേക്ക് വിചാരണക്ക് ഹാജരാകേണ്ടി വരും. അതാണ് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചത്, അതാണ് പ്രവാചകന്മാർ കൊണ്ടുവന്നത്. ആ ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് മനസ്സിലായി കഴിഞ്ഞാൽ അള്ളാഹുവുമായിട്ട് നല്ലൊരു കണക്ഷനിലേക്ക് നമ്മൾ വരും. കാരണം നമ്മൾ അള്ളാഹുവിനെ അറിയുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. അള്ളാഹുവിനെ പറ്റി കൂടുതൽ അറിയും തോറും നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള കണക്ഷൻ സുദൃഢമാകും. അള്ളാഹു വദൂദാണ്. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ, വദൂദ് എന്ന് പറയുമ്പം അറബിയിൽ വദ്ദ യവുദ്ദു എന്ന പദം ഏറ്റവും സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ പറ്റിയ ഒരു പദമാണ് വദ്ദ യവുദ്ദു. വദൂദ്, അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവനാണ് അള്ളാഹു. തൻ്റെ സൃഷ്ടികളോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവൻ. തൻ്റെ മാതാവിനേക്കാൾ ഒരു കുട്ടിയെ ഒരു ഉമ്മ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അതിനേക്കാളേറെ തൻ്റെ അടിമയെ സ്നേഹിക്കുന്നവനാണ് അള്ളാഹു എന്ന അറിവ് വലിയ വലിയ ഉൾക്കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഗാസയിൽ ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൻ്റെ മുകളിൽ കുട്ടികൾ അഭയം പ്രാപിച്ച സ്കൂളിൻ്റെ മുകളിലേക്ക് ബോംബിട്ട് 28 കുട്ടികൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പം അതിൽ വളരെ വിഷമമുണ്ട്. അത് വാർത്ത വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടെങ്കിലും ആശ്വാസം എന്താണ്? ഇതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു അലീമാണ്.
അള്ളാഹുവിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയല്ല ഇസ്രായേൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് അതിലൊരു യുക്തിയുണ്ട്. അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു നീതിമാനാണ്, അള്ളാഹു തൻ്റെ അടിമകളോട് ഒരു തരിമ്പും അനീതി ചെയ്യാത്തവനാണ് എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വദൂദാണ്. അള്ളാഹു നമ്മളെക്കാളേറെ ആ കുട്ടികളെ സ്നേഹിക്കുന്നവനാണ് എന്നറിയുന്നതോടുകൂടി അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, അള്ളാഹുവിനോട് സ്നേഹം നിലനിർത്തിക്കൊണ്ട് അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. അതാണ് മഹരിഫത്തുള്ള, അള്ളാഹുവിനെ അറിയൽ. അതെങ്ങനെയാണ്? അള്ളാഹു പഠിപ്പിച്ച പോലെ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ നമ്മൾ ആ റബ്ബിനെ അറിയുമ്പോൾ, അള്ളാഹു വദൂദാണെന്നറിയുമ്പം, അള്ളാഹു റഹ്മാനാണെന്നറിയുമ്പം, അള്ളാഹു റഹീമാണെന്നറിയുമ്പം, അള്ളാഹു ഖാദിറാണെന്നറിയുമ്പം, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ നരഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഇസ്രായേലിൽ അത് അള്ളാഹുവിൻ്റെ അറിവോടും അവരെ നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്നറിഞ്ഞിട്ടും അവരെ നശിപ്പിക്കാത്തത് അത് അള്ളാഹുവിൻ്റെ യുക്തിയാണ്. അതിൻ്റെ പിന്നിൽ എനിക്കറിയാത്തൊരു യുക്തി എൻ്റെ റബ്ബിനുണ്ട് എന്ന് തിരിച്ചറിയുന്ന, എന്ന് മനസ്സിലാകുന്ന ഏതൊരാൾക്കും ഈ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ഒരു ഉൾക്കാഴ്ചതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് അറിയിച്ചു തന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കാരണം നമുക്കറിയാം ആദർശ പിതാവാണ്. 3 സെമിറ്റിക് മതങ്ങളുടെയും ആദർശ പിതാവായി അറിയപ്പെടുന്ന, ഏകദൈവ ആരാധനയുടെ ആദർശ പിതാവായി അറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് ഭരണാധികാരികൾക്ക് മുമ്പിൽ തളർന്നിട്ടില്ല. ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ച ഭരണാധികാരിക്ക് മുമ്പിലും തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് ആ അതിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോഴും ആ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്, സമാധാനത്തോടുകൂടി ആ തീക്കുണ്ടാരത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹു എല്ലാം കഴിവുള്ളവനാണ്, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു അലീമാണ്. എന്നെ ഈ തീക്കുണ്ടാരത്തിൽ ഇടുന്നത് അള്ളാഹു അറിയുന്നുണ്ട്, അവൻ്റെ അറിവോടെയാണ് ഇത് സംഭവിക്കുന്നത്. അള്ളാഹുവിന് ഈ തീയിൻ്റെ ചൂട് ഇല്ലാതാക്കാൻ കഴിവുണ്ട്. എന്നെ ബാധിച്ച ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന അചഞ്ചലമായ വിശ്വാസമാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ആ വിശ്വാസം, അത്തരത്തിലൊരു ബന്ധം അള്ളാഹുവുമായി നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികളെ നമുക്ക് അള്ളാഹുവിലെ ഭരമേൽപ്പിക്കാൻ സാധിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കുക. ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും, ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്, എൻ്റെ റബ്ബ് എന്നെപ്പറ്റി നല്ല ഗുണകാംക്ഷയുള്ളവനാണ്, എന്നെ ഏറെ സ്നേഹിക്കുന്നവനാണ്, എനിക്കിതിലൊരു ഖൈറുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവുമായി നല്ലൊരു ബന്ധമുണ്ട്. ഒരു ചെറിയ പ്രയാസം ഉണ്ടാവുമ്പോൾ ഒന്ന് കാല് വെച്ചുത്തി ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം ആ ടേബിളിൻ്റെ അവിടെ കാല് കുത്തി ശക്തമായി വേദനിച്ചു. ഞാൻ ഇപ്പോൾ നല്ലൊരു പരിപാടിക്ക് ഇത്ര ദൂരത്തുനിന്ന് വന്നിട്ടും എനിക്കിപ്പോൾ ഇവിടെ ഇതാണല്ലോ കിട്ടിയത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് എന്നോട് പറയാണ്, ഒരു ഉമ്മ അതിൻ്റെ മകന് വളരെ നല്ല നിലയിൽ ഒരു സ്ഥലത്ത് പോയി ജോലിയൊക്കെ ചെയ്ത് വിദേശ രാഷ്ട്രത്തിൽ പോയി 23-ാമത്തെ വയസ്സിൽ പോയി വളരെ സമ്പാദിച്ച് പെങ്ങന്മാരൊക്കെ കെട്ടിച്ച് വീടൊക്കെ വെച്ച് കല്യാണം കഴിച്ച് ഇപ്പോൾ ഒരു ദിവസം രാവിലെ എണീറ്റപ്പം കണ്ണ് കാണില്ല, കാഴ്ച വളരെ പ്രയാസം ഉണ്ടായി എന്ന് പറയാണ്. എന്നിട്ട് ആ ഉമ്മ ഇങ്ങനെ കരയാണ്, മോൻ്റെ വികലാംഗ സർട്ടിഫിക്കറ്റ് കൈ പിടിച്ചിട്ട് കരയാണ്. കണ്ണ് കാണാത്ത മകൻ 36-ാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ഉമ്മ വിതുമ്പാണ്. എന്നിട്ട് ഉമ്മ എന്താ പറയണറിയോ? എൻ്റെ മകൻ ഇന്നേ വരെ ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല, ഒരാൾ എന്തെങ്കിലും ചെയ്താൽ എന്ന് ചോദിച്ചാൽ പറ്റുന്നതവൻ ചെയ്തു കൊടുക്കും, ഒരാളെയും അവൻ പ്രയാസപ്പെടുത്തിയിട്ടില്ല, ഒരു സിഗരറ്റ് പോലും ഇന്നേ വരെ എൻ്റെ മകൻ വലിച്ചിട്ടില്ല. എന്ത് തെറ്റാണ് എൻ്റെ മകൻ ചെയ്തത് എന്ന് ചോദിച്ച് ആ ഉമ്മക്കരയാണ്. സഹോദരങ്ങളെ, തെറ്റ് ചെയ്തത് കൊണ്ടാണോ? അല്ല, തെറ്റ് ചെയ്തത് കൊണ്ടല്ല. ഇത് ജീവിതം പരീക്ഷണമാണ് എന്ന തിരിച്ചറിവുള്ള ഏതൊരാൾക്കും അള്ളാഹു വലിയ പ്രതിഫലമാണ്. ആ പ്രയാസത്തിൽ, പരീക്ഷണത്തിൽ ഒരാൾ ക്ഷമിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ വലിയ പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന തിരിച്ചറിവ് ഈ പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം കിടക്കുന്നത്. അതുകൊണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സൃഷ്ടാവിനെ ആരാധിച്ചുകൊണ്ട്, ആ സൃഷ്ടാവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതാണ് വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരുടെ ചരിത്രം. മൂസാ നബിയുടെ ചരിത്രമാകട്ടെ, ആ ഫിർഔനിൻ്റെ മുമ്പിൽ, ചെങ്കടലിൻ്റെ മുമ്പിൽ
നിൽക്കുമ്പോഴും മൂസാ നബിയുടെ അനുയായികൾ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മൾ ലോക്കായി, നമ്മൾ പിടിക്കപ്പെട്ടു. മുന്നിൽ ചെങ്കടൽ, ബാക്കിൽ ഫിർഔന്, ലോക്കായി കേട്ടോ എന്ന് പറയുമ്പോഴും മൂസാ നബി ആ സാഹചര്യത്തിൽ അതേപോലെ അവർക്ക് കൂടെ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ട് മൂസാ നബി പറയാണ്, കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ മൂസാ നബിയെ പ്രേരിപ്പിച്ചത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് ആ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ നിരന്തരം ഓർത്തുകൊണ്ട് ഈ ഇബാദത്തുകളൊക്കെ, നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, എല്ലാം അള്ളാഹുമായിട്ടുള്ള നിരന്തര ബന്ധമാണ്. അത് ലൈവാക്കി നമ്മൾ നിലനിർത്തിക്കൊണ്ട് എപ്പോഴും ആ അള്ളാഹുവിൻ്റെ വിളി വന്നു കഴിഞ്ഞാൽ വളരെ സംതൃപ്തനായിക്കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഫേസിലേക്ക് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഅസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.